ഓൺലൈൻ ട്യൂഷൻ സെന്റർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ. നമസ്കാരം, മാഗ്നസ് ഓൺലൈൻ ട്യൂഷൻ സെന്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. +2 ഫിസിക്സിൻ്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് അതിലെ 2 വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ഡീപ്പായിട്ടൊന്ന് പറയണം. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ ചാർജ് ചെയ്യുന്ന 3 ടെക്നിക്ക് നമ്മൾ പഠിച്ചു. ഒന്ന് ഇൻഡക്ഷൻ, കണ്ടക്ഷൻ, റബ്ബിംഗ്. അപ്പോൾ ഇൻസുലേറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചാർജിങ് ബൈ റബ്ബിംഗ് ഉപയോഗിക്കുന്നത്. ഇനി കണ്ടക്ടേഴ്സിനെ അല്ലെങ്കിൽ മെറ്റൽസ് എല്ലാം എന്താണ്? കണ്ടക്ടേഴ്സാണ്. അപ്പോൾ മെറ്റൽസിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ടക്ഷനും ഇൻഡക്ഷനുമാണ്. അതിന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കണ്ടക്ഷനാണ് പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഒരു മെറ്റൽ സ്ഫിയർ എടുക്കുക. ഒരു ഇൻസുലേറ്റർ സ്റ്റാൻഡിൽ മെറ്റൽ സ്ഫിയർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓബ്ജക്റ്റ് ഇതിനടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതിനടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇത് പോസിറ്റീവ് ചാർജ് ആണല്ലോ, ഇത് ന്യൂട്രലി ചാർജാണ്. ഈ ഇരിക്കുന്ന സാധനം ന്യൂട്രലി ചാർജാണ്. ന്യൂട്രലി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? പോസിറ്റീവ് അയോൺസ് ഉണ്ട്, അത്രത്തോളം പോസിറ്റീവ് ചാർജസും ഉണ്ട്, അത്രത്തോളം നെഗറ്റീവ് ചാർജസും ഉണ്ട്. അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ചാർജസ് ഇതിൻ്റെ ഉള്ളിൽ കാണും അല്ലേ? ഫ്രീ ആയിട്ടുള്ള കുറച്ച് ആ മെറ്റലിൻ്റെ ഒരു ഷെല്ലിൽ നിന്നൊക്കെ വിട്ടിറങ്ങി വെളിയിൽ നിൽക്കുന്ന കുറച്ച് ഇലക്ട്രോൺസ് കാണും. അതാണ് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ഇത് എന്ത് തന്നെ ആയിരിക്കും? എത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ടോ അത്രമാത്രം പ്രോട്ടോൺസ് അതിനകത്തുള്ളത് കൊണ്ട് ഇതെന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ ഇത് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ നമ്മൾ ഇതിലേക്ക് ടച്ച് ചെയ്യുകയാണ്. ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഇല്ലേ? അതായത് ഇവിടെ കിടക്കുന്ന നെഗറ്റീവ് ചാർജ് എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് ചെല്ലും. ഇവിടെ കിടക്കുന്ന ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് ചാർജ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ അതാ ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലും. ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ഈ പോസിറ്റീവ് ചാർജിന് അങ്ങ് ക്യാൻസൽ ആവും. അടുത്തൊരു ഇലക്ട്രോൺസ് ഇറങ്ങിപ്പോകും. അത് നിന്ന് ഇവരെ അങ്ങ് മാറ്റും. അപ്പോൾ ഇവിടെ നിന്നല്ലേ ഇലക്ട്രോൺസ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ ഇറങ്ങി പോയില്ലായിരുന്ന അവിടെ എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ അല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ന്യൂട്രൽ ഉള്ള മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നു, ചാർജറായിട്ടുള്ള ഓബ്ജക്റ്റിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. എന്നും പറഞ്ഞ് എപ്പോഴും ഇലക്ട്രോൺസ് അങ്ങനെ പറ്റുകൊണ്ടിരിക്കത്തില്ല. രണ്ടിടത്തെയും പൊട്ടൻഷ്യൽ തുല്യമാകുമ്പോൾ പൊട്ടൻഷ്യൽ ഇവിടെ തമ്മിലുള്ള, അതായത് ഈ മെറ്റൽ സ്ഫിയറിൻ്റെയും ആ ചാർജ്ഡ് ഓബ്ജക്റ്റിൻ്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അത് നമ്മളിത് പഠിക്കുന്ന ചാപ്റ്ററിൽ വരും. അപ്പോൾ മനസ്സിലാക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഏത് വരെ ചാർജ് ഒരു ഓബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഓബ്ജക്റ്റിലേക്ക് എത്ര സമയം വരെ അല്ലെങ്കിൽ ഏത് വരെ ഒഴുകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നത് വരെ ചാർജ് ഒഴുകും. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസിൻ്റെ മെറ്റൽ സ്ഫിയറിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ സ്ഫിയർ സ്റ്റോപ്പ് ആകുന്നത് എവിടം വരെയാണ്? രണ്ടിൻ്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ബിക്കം ഈക്വൽ. രണ്ടിൻ്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈക്വൽ ആകുന്നത് വരെ ഇതെന്ത് ചെയ്യുന്നു? ചാർജുകളുടെ ഒഴുക്ക് കുറയുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് മാറ്റാൻ പറ്റും? പോസിറ്റീവ് ചാർജായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലോ. ഇവനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എത്രയും പോസിറ്റീവ് ചാർജ് കിട്ടി. എന്ത് ചെയ്യുന്നു? ഇവനും പോസിറ്റീവ് ചാർജ്, ഇവനും എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് ഫുള്ളായിട്ട് മാറ്റാനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ അല്ലോ. ഇതാണ് ചാർജിങ് ബൈ. നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ് നോക്കുന്നത്. ചാർജ് ബൈ ഇൻഡക്ഷൻ. ആദ്യം നമ്മൾ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ബോഡിയെ നമ്മൾ എങ്ങനെ നമുക്ക് പോസിറ്റീവ്ലി ചാർജാക്കി മാറ്റാം? ബൈ ഇൻഡക്ഷൻ. ഓക്കെ അല്ലോ. നമ്മൾ ആദ്യം ചില പോസിറ്റീവായിട്ട് എനിക്ക് ഈ മെറ്റൽ സ്ഫിയറിനെ പോസിറ്റീവ്ലി ചാർജ് ആക്കണം. ഈ മെറ്റൽ സ്ഫിയറിനെ ഒരു ഇൻസുലേറ്റർ സ്റ്റാൻഡിലിരിക്കുന്ന മെറ്റൽ സ്ഫിയറിനെ എനിക്ക് പോസിറ്റീവ്ലി ചാർജാക്കി മാറ്റണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓക്കെ അല്ലോ. കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത് ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ അല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ നമ്മളൊന്ന് എർത്ത് ചെയ്യാൻ പോവാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തിരിപ്പുണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തിരിപ്പുണ്ട്. ഈ സെയിം ഫിഗറാണ് വരച്ചാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ എർത്ത് ചെയ്യുക മീൻസ് ഇതിനെ ഭൂമിയുമായിട്ട് ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു എന്നാണ് എർത്തിങ്ങിൻ്റെ അർത്ഥം. അതെന്തേ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എർത്ത് ഈസ് എ ഇലക്ട്രോൺ ബാങ്ക്. ഇലക്ട്രോണിനെ കൊടുക്കാനും ഇലക്ട്രോണിനെ സ്വീകരിക്കാനും നമുക്ക് എന്ത് വെച്ച് കഴിയും? ഈ എർത്തിങ്
എർത്തിങ്ങിൻ്റെ ഫലമായിട്ട് കഴിയും. നമുക്ക് വീടുകളിൽ വയർ ചെയ്താലും അല്ലെങ്കിൽ എവിടെയായാലും എന്തൊരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞാലും നമ്മളവിടെ എന്ത് ചെയ്യണം? എർത്തിങ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അമിതമായിട്ട് ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഭൂമിയിലേക്ക് എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ എർത്തിങ് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ എർത്ത് എന്ന് പറയുന്നത് ഞാൻ പറയും ഇലക്ട്രോൺ ബാങ്ക് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇലക്ട്രോണെ കൊടുക്കുകയും ഇലക്ട്രോൺ എക്സസ് ആണെങ്കിൽ ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ആര്? ഭൂമി. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ ഇലക്ട്രോൺ അധികമായിട്ട് കിടക്കുകയല്ലേ? ഇവിടെ ഇലക്ട്രോൺ അധികമായിട്ട് കിടക്കുകയല്ലേ? ശ്രദ്ധിക്കുക, ഇത് മാറ്റരുത്. നമ്മൾ ചാർജ് ചെയ്ത് വെച്ചേക്കുന്ന ഓബ്ജക്റ്റ് ഒരിക്കലും മാറ്റരുത്. അത് വെച്ചുകൊണ്ട് വേണം നമ്മളതിനെ എർത്ത് ചെയ്യാൻ. എർത്ത് ചെയ്യുന്ന സമയത്തേയും ഇവിടെ കിടക്കുന്ന ഇലക്ട്രോൺസ് ഒരുപാട് കിടക്കുകയല്ലേ? ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ എങ്ങോട്ടേക്ക് ഒഴുകും? താഴേക്ക് ഒഴുകും. ഇലക്ട്രോൺസ് എല്ലാം കൂടെ എങ്ങോട്ടേക്ക് ഒഴുകും? താഴേക്ക് ഒഴുകി നേരെ അങ്ങ് ഗ്രൗണ്ടിൽ പോകും. ഗ്രൗണ്ടിൽ പോകുമ്പോൾ പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? പിന്നെ ആര് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് ചാർജ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ അല്ലോ? പോസിറ്റീവ് ചാർജ് മാത്രമേ അവിടെ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ അല്ലോ? നെഗറ്റീവ് എല്ലാം ഇറങ്ങിപ്പോയില്ലേ? ഇനി എന്ത് ചെയ്യുക? ഇനി ഇവിടെ നിന്നുള്ള എർത്തിങ് അങ്ങ് റിമൂവ് ചെയ്തു. എർത്തിങ് റിമൂവ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഇവരെ അങ്ങ് മാറ്റുകയും ചെയ്യുന്നു. ഈ നെഗറ്റീവിനെ അങ്ങോട്ട് മാറ്റുന്നു. മാറ്റുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ അകത്തുള്ള പോസിറ്റീവിലെ ചാർജ് സാധനങ്ങൾ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ഈക്വലായിട്ട് അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലായിടത്തും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഹോളോ ആയിട്ടുള്ള സാധനം, ഒരു സ്പിയർ ടൈപ്പാണ്, അല്ലെങ്കിൽ ഹോളോ സ്പിയർ, അല്ലെങ്കിൽ ഒരു ഹോളോ സ്പിയർ ആണെങ്കിൽ അതിനെ ചെയ്യണം. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിൻ്റെ സർഫസിൽ ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഒരു ഹോളോ സ്പിയറിൻ്റെ പ്രത്യേകത. ഓക്കെ അല്ല? സ്പെറിക്കലായിട്ടുള്ള ഏതൊരു കണ്ടക്ടർ ആയാലും അല്ലെങ്കിൽ ഹോളോ സ്പിയർ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഒബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ സ്പെറിക്കലായിട്ടുള്ള ഏതൊരു കണ്ടക്ടറിലും ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. എന്നാൽ ഇങ്ങനെ ആരോ പോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ, ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിരിക്കും. എൻ്റെ ഭാഗങ്ങളിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലും മറ്റ് ഭാഗങ്ങളിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കുറവുമായിരിക്കും. അതുകൊണ്ടാണ് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുള്ളുവേലിയുടെ ചുവട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോ മാർക്ക് കാണും, അല്ലെങ്കിൽ ആരോ കണ്ടക്ടേഴ്സ് ഉള്ള പോയിന്റിൽ ചെന്ന് നിൽക്കരുത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്നിങ് കണ്ടക്ടറിൻ്റെയൊക്കെ എൻ്റെ ഭാഗങ്ങൾ നോക്കാം, ഇത് കണക്കല്ലേ ഇരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഫലമായി എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് ചാർജിന് എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ? ഒരുപാട് ചാർജിന് വലിച്ചെടുക്കുക. കാരണം പോയിന്റ് ഭാഗങ്ങളിൽ ഒരുപാട് ചാർജിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ സ്പെറിക്കൽ ഷേപ്പിലാണെങ്കിൽ ചാർജിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെയാണ് ഒരു വസ്തുവിനെ പോസിറ്റീവ്ലി ചാർജ് ചെയ്യുന്നത്? ബൈ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചു. അടുത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നത് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇവിടെ എന്താണ്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ എന്താ? നമ്മൾ പറ്റുന്ന ദൂരം വെക്കണം, കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ചാർജിൽ എവിടെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്? അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും? ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ എന്ത് ഫോം ചെയ്യും? പോസിറ്റീവ് ചാർജും ഫോം ചെയ്യും. ഓക്കെ അല്ലോ? ഈ ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒന്ന് എർത്ത് ചെയ്യുന്നു. വീണ്ടും നമ്മളൊന്ന് എർത്ത് ചെയ്യാൻ പോവുകയാണ്. ഇതിനെ ഞാൻ എന്താണ് എർത്ത് ചെയ്യാൻ പോവുകയാണ്. എർത്ത് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇലക്ട്രോണിൻ്റെ കുറവല്ലേ ഉള്ളത് അല്ലേ? ഇവിടെ ഇലക്ട്രോണിൻ്റെ കുറവാണുള്ളത്. ഇലക്ട്രോണിൻ്റെ കുറവുള്ളതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ആണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? എർത്ത് എന്ത് ചെയ്യും? കുറച്ച് ഇലക്ട്രോണിനെ മുകളിലേക്ക് കൊടുക്കും. കുറച്ച് ഇലക്ട്രോൺ എന്ത് ചെയ്യും? മുകളിലേക്ക് കൊടുക്കും. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് അല്ലേ? നെഗറ്റീവ് ചാർജ് മുകളിലേക്ക് വരും. മുകളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവരൊന്ന് ക്യാൻസൽ ആയി. ഇവിടെ എത്രമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് മുകളിലേക്ക് കയറി വരികയും അവിടെയുള്ള പോസിറ്റീവ് ചാർജിനെ എന്ത് ചെയ്യുന്നു? ക്യാൻസലായി കളയുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം എന്ത് ചെയ്യുന്നു? ക്യാൻസലായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഇതിന് നെഗറ്റീവ് ചാർജ് മാത്രമേ ഈ ഭാഗങ്ങളിൽ കാണത്തുള്ളൂ. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടുത്തെ എർത്തിങ് റിമൂവ് ചെയ്തു. ഇവനെ എർത്തിങ് മാറ്റിയപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ അല്ലോ? എർത്തിങ് റിമൂവ് ചെയ്ത് ഇറങ്ങി. ഇനി എന്താണ്? ഇപ്പം ഈ എർത്തിങ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഇവനെ മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈ ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ താഴെ ഇറങ്ങി. ഓക്കെ ആണല്ലോ? അതായത് എർത്തിങ് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ഈ നെഗറ്റീവിൽ ചാർജ് പാർട്ടിക്കിൾ മാറ്റിക്കഴിഞ്ഞാൽ ഇവ നേരെ താഴെ പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് തന്നെ ചെയ്യണം? ഇവിടെ ഇത് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇവനെ റിമൂവ് ചെയ്ത് മാറ്റാനായിട്ട്. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യുക? ഇവരങ്ങ് ഈ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ അങ്ങ് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത നെഗറ്റീവ് ചാർജ് എല്ലാം കൂടി എന്ത് ചെയ്യും? ഈക്വലി അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇതുപോലെയാണ് നമ്മളൊരു വസ്തുവിനെ നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും എടുത്ത് പറഞ്ഞത്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ?
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുളോംസ് ലോ പഠിച്ചിരുന്നു. അപ്പോൾ കുളോംസ് ലോയുടെ ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് കുളോംസ് ലോ ഇൻ വെക്റ്റർ ഫോം. ഇപ്പോൾ കുളോംസ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ചാർജിനെ കുറിച്ച് അതിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ് കുളോംസ് ലോ പറയുന്നത്. ഇനി ആ കുളോംസ് ലോ യൂസ് ചെയ്താണ് 1 കുളോംബ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. 1 കുളോംബ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ 2 ചാർജുകൾ തമ്മിൽ എന്തായിരിക്കണം, 2 ചാർജ് പോയിന്റ് ചാർജ് ആയിരിക്കണം, അത് സ്റ്റേഷനറി ആയിരിക്കണം. ഇനി ആ 2 ചാർജും പർട്ടിക്കുലർ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് 1 മീറ്റർ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 9×10⁹ ന്യൂട്ടൺ ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ 1 കുളോംബ് ഡിഫൈൻ ചെയ്ത് വെച്ചത് അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് അടുത്ത ഒരു മേഖലയിൽ വന്നു, വെക്റ്റർ ഫോം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എന്നവരെ. അപ്പോൾ എന്നാലും നമ്മളിത് മനസ്സിലാക്കുക, ജസ്റ്റ് ഇതെന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ വെക്റ്റർ ഫോം എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മൾ വെക്റ്റർ ഫോം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 2 ചാർജ് വയ്ക്കുന്ന സമയത്ത് അട്രാക്റ്റീവ്, 2 ചാർജ് വയ്ക്കുന്ന സമയത്ത് അട്രാക്റ്റീവ് നേച്ചർ കാണാം, അല്ലെങ്കിൽ റിപ്പൾസീവ് നേച്ചർ കാണാം. ഇവിടെ നമ്മൾ നോക്കുന്നത് ലൈക്ക് ചാർജസ് ആണ് വയ്ക്കുന്നത്. അപ്പോൾ ലൈക്ക് ചാർജസ് എന്ന് പറയുമ്പോൾ രണ്ടും എന്തായാലും റിപ്പൽ ചെയ്യും അല്ലേ. ഇപ്പോൾ 2 ചാർജ് പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ഇപ്പുറത്തൊരു പോസിറ്റീവ് ചാർജ് ചെയ്യും, 2 പോയിന്റ് ചാർജ്. അപ്പോൾ എന്തെന്ന് റിപ്പൽ ചെയ്യുന്നു അല്ലേ. അതായത് ഈ Q1 എന്ന് പറയുന്ന ചാർജ്, ഇത് Q2 എന്നുള്ള ചാർജ്. അപ്പോൾ Q1 Q2 മൂലം ഒരു ഫോഴ്സ് അനുഭവപ്പെടും, Q2 Q1 മൂലം ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഓക്കെ അല്ലോ. അപ്പോൾ Q1 Q2 മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കത്തില്ലേ. ഓക്കെ അല്ലോ. അപ്പോൾ അതേ മാഗ്നിറ്റ്യൂഡിന് അവിടെ അനുഭവപ്പെടുന്ന റിപ്പൾസീവ് ഫോഴ്സിന് തുല്യമായിട്ടുള്ള റിപ്പൾസീവ് ഫോഴ്സ് Q2 ആര് കൊടുക്കും? Q1 കൊടുക്കും. ഓക്കെ അല്ലോ. Q1 കൊടുക്കും. അത് അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കാം, ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്നുള്ളത് Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ്, Q1 ആര് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്? Q2. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അതാണ് Q2 Q1 മൂലം ഉണ്ടാകുന്ന ഫോഴ്സാണ് അങ്ങോട്ട് കൈ കാണിച്ചേക്കുന്നത്. ഓക്കെ അല്ലോ. ഇനി നമ്മളിവിടെ നോക്കുക, നമ്മൾ ആ വെക്റ്റർ ഫോമിലേക്ക് വരാൻ പോവുകയാണ്. നോക്കുക, നമ്മൾ നോക്കിക്കോ, ഇവിടെ ഒരു Q1 ചാർജ്, ഇവിടെ ഒരു Q2 ചാർജ്, സെപ്പറേറ്റ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ് R. ഇനി Q1 നിന്ന് Q2 യൂണിറ്റ് വെക്ടറാണ് R12. അതായത് R12ൻ്റെ മെഷർമെൻറ്റ് എവിടെ നിന്ന് എടുക്കണം? 1 നിന്ന് 2 എടുക്കണം. 1 നിന്ന് 2 എടുക്കുന്ന മെഷർമെൻറ്റാണ് യൂണിറ്റ് വെക്ടർ R12. ഓക്കെ അല്ലോ. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു 1. എന്താണ് ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു 1? കുളോംസ് ലോ വെച്ചിട്ട് ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2/R². ഓക്കെ അല്ലോ. R², വെക്ടർ ഫോമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ R² അപ്പം ഇവിടെ ഫോഴ്സ് ഏതിനാണ് അനുഭവപ്പെടുന്നത്? ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു 1 എന്ന് പറയുമ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അല്ലേ Q2 Q1 മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് അല്ലേ, അത് ഇങ്ങോട്ടേക്കല്ലേ പോകുന്നത്. ഓക്കെ അല്ലോ. അപ്പോൾ എന്തായിരിക്കും? F21 യൂണിറ്റ്, F21 വെക്ടർ. ഓക്കെ അല്ലോ. ആ F21 വെക്ടറാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ അല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? F21 ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഇങ്ങോട്ടേക്കല്ലേ, ഫോഴ്സ് അനുഭവപ്പെടുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷനാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അതേ യൂണിറ്റ് വെക്ടറിലുള്ള എന്തെടുക്കണം? വെക്ടർ എടുക്കണം, R12 യൂണിറ്റ് വെക്ടർ. പറയാൻ മനസ്സിലായ? ഫോഴ്സ് അനുഭവപ്പെടുന്നത് Q2 ഡ്യൂ ടു Q1. അത് റിപ്പൾസീവ് ഫോഴ്സ് അല്ലേ. റിപ്പൾസീവ് ഫോഴ്സ് ആണ്ട് ഇവ അങ്ങോട്ടല്ലേ പോകുന്നത്. ഈ ചാർജ് എന്ത് ചെയ്യും? ഈ ഫോഴ്സ് കാരണം ചാർജ് ഇങ്ങോട്ടേക്ക് തെറിച്ചു പോകും അല്ലേ. എന്ന് പറയാം ഫോഴ്സ് അങ്ങോട്ടാണ്. ഫോഴ്സ് അങ്ങോട്ടാണെങ്കിൽ വെക്ടർ നമ്മൾ ഇവിടെ നിന്ന് Q1 എന്നുള്ള വെക്ടറാണ് അങ്ങോട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലോ. അതുകൊണ്ടാണ് R12 എന്ന് എടുത്തേക്കുന്നത്. R12 യൂണിറ്റ് വെക്ടർ along the direction from Q1 to Q2 is called R12. അതാണ് ഇവിടെ R12 എന്ന് കൊടുത്തേക്കുന്നത്. അടുത്ത തന്നെ തിരിച്ച് നോക്കുക, അതേ കണക്ക് തന്നെ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു ആരാണ്? Q2. ഓക്കെ അല്ലോ. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ പറഞ്ഞത്? 1/4πε0 Q1 Q2/R². ഡിസ്റ്റൻസ് R² തന്നെയല്ലോ. ഇനി ഫോഴ്സ് ഇങ്ങോട്ടല്ലേ പെടുന്നത്, അതായത് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 എന്ന് പറയുമ്പോൾ എന്താണ്? 1/4πε0 Q1 Q2/R². ഇനി എന്താണ്? ഫോഴ്സ് അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ്? ഈ Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ്, Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡ്യൂ ടു Q2 എന്നുള്ളത് ഇങ്ങോട്ടല്ലേ, F12. F12 ഇങ്ങോട്ടല്ലേ അനുഭവപ്പെടുന്നത്. ഇതാണ് F12ൻ്റെ ഫോഴ്സ് കാണിച്ചേക്കുന്നത്. ഇതാണ് ഫോഴ്സ് കാണിച്ചേക്കുന്നത്. F12 അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഈ കാണിച്ചേക്കുന്നത്. F12 അനുഭവപ്പെടുന്ന ഫോഴ്സ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന യൂണിറ്റ് വെക്ടർ എങ്ങനെ ആയിരിക്കണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ അളക്കേണ്ടത്. Q2 നിന്ന് Q1 ദൂരമല്ലേ. അപ്പോൾ എങ്ങനെ വരും? R2
R21 ഇതാണ് എന്ന് പറയുന്നത് ഇവിടെ അനുഭവപ്പെടുന്ന വെക്ടർ ഫോം അല്ലെങ്കിൽ വെക്ടർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലൈക്ക് ചാർജസിൻ്റെ കാര്യം നമ്മൾ പഠിച്ചു. ലൈക്ക് ചാർജസ് നമ്മൾ റിപ്പിൾ ചെയ്യുന്ന നമ്മൾ പഠിച്ചു. അതിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്തു. അടുത്തായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം അൺലൈക്ക് ചാർജസിൻ്റെ കൂളോംസ് വെക്ടർ റെപ്രസെൻറ്റേഷൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോവുകയാണ്. അൺലൈക്ക് ചാർജസ് ടേക്ക് Q1 ആൻഡ് Q2 ആർ അൺലൈക്ക് ചാർജസ്. ഒന്ന് +5 മറ്റൊന്ന് -5. +5 കൂളോം മറ്റൊന്ന് -5 കൂളോം. 2 പോയിന്റ് ചാർജസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതെല്ലാം പഠിക്കുന്നത് സ്റ്റേഷനറി ആയിരിക്കണം, അതോടൊപ്പം തന്നെ പോയിന്റ് ചാർജസും ആയിരിക്കണം. ഓക്കെ, ഇനി നോക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു 1. ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു 1. അതായത് Q2വിൽ Q1 മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? കാരണം ഒരെണ്ണം പോസിറ്റീവും മറ്റൊന്നും എന്തായിരിക്കും? നെഗറ്റീവും അല്ലേ? അപ്പോൾ Q2വിൽ Q1 മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? അതായത് Q1 Q2നെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. അതായത് എന്ത് ചെയ്യുന്നു? ഫോഴ്സ് അനുഭവപ്പെടുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. F21. ഓക്കെ അല്ലോ, F21. അതിന് ഇക്വേഷൻ എന്താണ്? കുളോംസ് ലാ വെച്ചിട്ട് 1/4πε0 Q1 Q2/r². യൂണിറ്റ് വെക്ടർ കൊടുക്കണ്ടേ നമുക്കിനി? എന്താണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്ടറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. അതായത് എന്താണ്? R21 അല്ലേ? അതായത് R21 യൂണിറ്റ് വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കണം അല്ലേ? R21 യൂണിറ്റ് വെക്ടർ ഇതേ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് പോകും. ഓക്കെ അല്ലോ, R21. ഇത് നിങ്ങൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, മുകളിൽ റെപ്രസെൻറ്റ് കുഴപ്പമില്ല. R21 യൂണിറ്റ് വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും R21 യൂണിറ്റ് വെക്ടർ അനുഭവപ്പെടുന്നത്. ഓക്കെ അല്ലോ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നു F12. അതായത് ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q2. ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q2. അതായത് എന്ത് ചെയ്യുന്നു? Q1ൽ Q2 മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്? അത് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ? Q1ലേക്ക് Q2 മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അല്ലേ? ഓക്കെ അല്ലോ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? (1/4πε0 Q1 Q2/r² ഇൻറ്റു ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q2. ഇതിൽ ഇവ മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതായത് ഇവരെന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആര് വലിക്കുന്നു? Q2 വലിക്കുന്നു. Q1നെ ആര് വലിച്ചെടുക്കുന്നു? Q2 വലിച്ചെടുക്കുന്നു. ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q2 മൂലം Q1 അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്താണ്? Q1ൽ Q2 എന്താണ് ചെയ്യുന്നത്? Q1നെ അട്രാക്റ്റ് ചെയ്യുന്നു. Q2 അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. F12 റെപ്രസെൻറ്റ് ചെയ്യുന്നു അല്ലേ? 1/4πε0 Q1 Q2/r². ഇവിടെ യൂണിറ്റ് വെക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ അപ്പോൾ വെക്ടർ പോകുന്നത് അല്ലേ? F12 ഇങ്ങോട്ടാണ് അനുഭവപ്പെടുന്നത് അല്ലേ? F12 ഇങ്ങോട്ടാണ് അനുഭവപ്പെടുന്നു. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്തെന്ന് അനുഭവപ്പെടുന്നു? R12 അല്ലേ? അതായത് 1 നിന്ന് 2ലേക്ക് മാർക്ക് ചെയ്യും അല്ലേ? അതായത് R12 ഇങ്ങോട്ടേക്ക് R12 യൂണിറ്റ് വെക്ടർ. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ എന്താണ്? ഈ യൂണിറ്റ് വെക്ടർ രണ്ടും ഇവിടെ എന്താണ്? മൈനസ് ആണ് അല്ലേ? അതായത് R21 യൂണിറ്റ് വെക്ടർ ഈക്വൽ ടു -R12 യൂണിറ്റ് വെക്ടർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഫോഴ്സ് അതാണെങ്കിൽ F21 എന്തായിരിക്കും? ഈക്വൽ ടു -F12 ആയിരിക്കും. ഓക്കെ അല്ലോ, ക്ലിയർ ആണല്ലോ പറയുന്നത്. ഇതാണ് നമ്മുടെ കൂളോംസ് ലാ ഇൻ വെക്ടർ റെപ്രസെൻറ്റേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ക്ലാസ് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.